ഹലോ, ഇത് 2025 JEE അഡ്വാൻസ്ഡ് പേപ്പർ 2 8th ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഈസ് ഫ്രം തെർമോഡൈനമിക്സ്. തെർമോഡൈനമിക്സിൽ കാർനോട്ട് എൻജിൻ, ഹീറ്റ് എൻജിൻ, ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ ആ ഒരു രീതിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, ഇത് ഹീറ്റ് പമ്പായിട്ടാണ് NCERT അത് റെഫ്രിജറേറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹീറ്റ് പമ്പാണ്. Now what is the question? Efficiency of a Carnot engine operating with the hot reservoir kept at a temperature 1000 Kelvin is 0.4. ഒരു കാർനോട്ട് എൻജിൻ, ഒരു ഹീറ്റ് എൻജിൻ്റെ ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചറും എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഐ മെയ്ഡ് എ ഡയഗ്രാം. ഇത് ആ ഹീറ്റ് എൻജിനാണ്. അതിൽ ഈ ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ 1000 Kelvin തന്നിട്ടുണ്ട്. ഇതിൻ്റെ എഫിഷ്യൻസി ഫാക്ടർ തന്നിരിക്കുന്നത് 0.4 ആണ്. ഫ്രം ദിസ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാം. മറ്റൊരു ഡാറ്റ തന്നിരിക്കുന്നത് വർക്ക് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദിസ് എൻജിൻ ഈസ് ബീങ് ഫുള്ളി യൂസ്ഡ് ടു റൺ എ ഹീറ്റ് പമ്പ്. ഇതിൽ നിന്ന് എടുക്കുന്ന വർക്ക് ഒരു ഹീറ്റ് പമ്പിന് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഹീറ്റ് പമ്പിന് വർക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഹീറ്റ് എൻജിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് എക്സ്ട്രാക്ട്സ് 150 ജൂൾ ഓഫ് ഹീറ്റ് പെർ സൈക്കിൾ ഫ്രം ദ ഹോട്ട് റിസർവോയർ. ആ ഹോട്ട് റിസർവോയറിൽ നിന്ന് 150 ജൂൾ ഓഫ് ഹീറ്റ് എടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇതാണ് ഹോട്ട് റിസർവോയർ. അവിടെ നിന്ന് എടുക്കുന്ന Q1ൻ്റെ വാല്യൂ ആണ് 150 ജൂൾ പെർ സൈക്കിൾ. സോ വിത്ത് ദിസ് ഡാറ്റ ടെമ്പറേച്ചർ അറിയാം, എഫിഷ്യൻസി അറിയാം, Q1 അറിയാം, നമുക്ക് W1 Q2 കണ്ടുപിടിക്കാം. ഫോർ എ ഹീറ്റ് എൻജിൻ, efficiency is written in two different ways. 1 minus T2 divided by T1, which is also equal to W output divided by input Q1. ഇതാണ് അതിൻ്റെ എഫിഷ്യൻസി. യൂസിങ് ദ ടെമ്പറേച്ചർ ടേം ഹിയർ നമുക്ക് ഇങ്ങനെ എഴുതാം: T2 divided by T1 equal to 1 minus efficiency, which is 1 minus 0.4, which is equal to 0.6. So what is T2 equal to? 0.6 into T1 ആണ് 0.6 into 1000. So that you will get as 600 Kelvin. അപ്പോൾ T2ൻ്റെ വാല്യൂ നമുക്ക് 600 Kelvin കിട്ടി. എൻ്റെ ഓപ്ഷനിൽ നോക്കാം അതുണ്ടോ നോക്കാം. ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് റിസർവോയർ ഓഫ് ദ കാർനോട്ട് എൻജിൻ 600 Kelvin. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്, അത് സെറ്റായി. അടുത്ത എന്താണ്? വർക്ക് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കാർനോട്ട് എൻജിൻ. കാർനോട്ട് എൻജിൻ്റെ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എഫിഷ്യൻസി W/Q1 എടുക്കാം. സോ വാട്ട് ഈസ് W ഈക്വൽ ടു എഫിഷ്യൻസി ടൈംസ് Q1 ആണ്. എഫിഷ്യൻസി 0.4, Q1 എത്രയാണ്? 150 ആണ്. സോ ദൽ ഗിവ് യു 60 ജൂൾ. ദാറ്റ്സ് കറക്റ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. വർക്ക് ഡൺ ബൈ ദ ഹീറ്റ് എൻജിൻ എത്രയാണ്? 60 ജൂളാണ്. ഈ വർക്കാണ് നമ്മൾ നേരെ എവിടെ കൊടുക്കുന്നത്? ഹീറ്റ് പമ്പിന് കൊടുക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഹീറ്റ് പമ്പ്? ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നത് ഒരു ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഒരു ഹയർ ടെമ്പറേച്ചർ റീജിയനിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യാനാണ്. ഓക്കെ, പമ്പിങ് ആണ് നമ്മുടെ ലക്ഷ്യം, പമ്പ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. റെഫ്രിജറേറ്ററും ചെയ്യുന്നത് സെയിമാണ്, പക്ഷേ റെഫ്രിജറേറ്ററിൻ്റെ ലക്ഷ്യം എന്താണ്? അത് കൂളിംഗ് ആണ്. അതായത് എത്ര ഹീറ്റാണ് കോൾഡ് റിസർവോയറിൽ നിന്ന് എടുക്കുന്നത്, അതാണ് റെഫ്രിജറേറ്റർ നോക്കുന്നത്. ഹീറ്റ് പമ്പ് നോക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ കോൾഡൻ കൺട്രീസിലാണെങ്കിൽ റൂം ഹീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹീറ്റ് ഇൻപുട്ട്, എത്ര ഹീറ്റിംഗ് കൊണ്ട് പമ്പ് ചെയ്ത് കിട്ടുന്നു, അതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. എനിവേ, നമുക്ക് രണ്ടാമത്തെ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എന്താണെന്ന് നോക്കാം. അതിൽ COP, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് COP ഈസ് ഗിവൺ ആസ് 10. മറ്റൊരു ഡാറ്റ ഉള്ളത് എന്താ? ഹോട്ട് റിസർവോയർ ഓഫ് ദ ഹീറ്റ് പമ്പ്. അതായത് എവിടെ നിന്നാണോ, അതിൽ ആരോ മാർക്ക് ഒന്ന് മാറ്റിക്കോട്ടെ, നമ്മൾ ഹീറ്റ് എടുക്കുന്നത്. ഈ ആരോ മാർക്കിലൊരു ചെറിയ കാര്യമുണ്ട്, അതായത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആരോ മാർക്ക് ഈസ് should be changed. In a heat pump, heat is taken from the cold reservoir. അപ്പം ഈ കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, അതിൻ്റെ പേരാണ് Q2 dash. You are pumping that to the hot reservoir Q1 dash. This hot reservoir temperature is given as 300 Kelvin. Yeah, it is given as 300 Kelvin. അപ്പോൾ അവിടെ നമുക്ക് ഈ സെക്കൻഡ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം.
എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടെമ്പറേച്ചർ ഓഫ് കോൾഡ് റിസർവോയർ കണ്ടുപിടിക്കണം. ദറ്റ് മീൻസ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് T2 dash and the heat supplied to the hot reservoir of the heat pump in one cycle. ഈ hot reservoir Q1 dash കണ്ടുപിടിക്കണം. COP, coefficient of performance for a heat pump. ഹീറ്റ് പമ്പാണ്. ഹീറ്റ് പമ്പിൻ്റെ ലക്ഷ്യം Q1 dash ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ്. ദിസ് ആൾസോ ഈക്വൽ ടു T1 dash ഡിവൈഡഡ് ബൈ T1 dash മൈനസ് T2 dash. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. COP എത്രയാണ്? 10. വാട്ട് ഈസ് T1 dash? ഇറ്റ്സ് ഗിവൺ 300 Kelvin. So that is 300 divided by 300 minus T2 dash. So 300 minus T2 dash will be equal to 30. T2 dash will be equal to 300 minus 30 equal to 270 Kelvin. That's correct. അല്ലേ? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അതും നമ്മൾ സെറ്റാക്കി. ഇനി വേണ്ടത് എന്താണ്? ഹീറ്റ് സപ്ലൈ ടു ദ ഹോട്ട് റിസർവോയർ ആണ്. ഞാൻ കുറച്ച് സ്പേസ് ഉണ്ടാക്കിക്കോട്ടെ. ജസ്റ്റ് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. കുറച്ച് ചെറിയ കാൽക്കുലേഷനാണ്. വാട്ട് ഈസ് ഡിമാൻഡഡ്? വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് Q1 dash. Q1 dash ഈസ് നത്തിങ് ബട്ട് 10 into W ആണ്. ഈ 10 into W നോക്കൂ, ഈ ഹീറ്റ് എഞ്ചിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഹീറ്റ് പമ്പിൻ്റെ ഇൻപുട്ട്. സോ W ഈസ് ആക്ച്വലി W dash ഈക്വൽ ടു 60 which is equal to 600 joule. But in the question option is given as 540. So option 4 is not correct. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും മൂന്നും കറക്റ്റാണ്, ഡി കറക്റ്റ് അല്ല. ഈ ചോദ്യം ഓൾമോസ്റ്റ് ഡിറക്റ്റ് തന്നെയാണ്. ആകെയുള്ള കൺഫ്യൂഷൻ എന്താണെന്നറിയാമോ? NCERTയിൽ നിങ്ങൾ COPയുടെ ഇക്വേഷൻ പഠിക്കുന്നത് T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ എ റെഫ്രിജറേറ്റർ. ഇത് പക്ഷേ ഹീറ്റ് പമ്പാണ്. സോ യു ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അഡ്വാൻസ് ക്വസ്റ്റ്യൻ എപ്പോഴും വളരെ മൈന്യൂട്ടായ കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തായിരിക്കും. അപ്പം പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നിങ്ങൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് യുവർ ലേണിംഗ്. താങ്ക് യു സോ മച്ച്.